രവീന്ദ്രനാഥ ടാഗോറുടെ ഹാസ്യ കൗതുകത്തിലെ ഒരു നാടകം, സൂക്ഷ്മ ചർച്ച. സുഖം തന്നെയോ സാർ? സുഖം തന്നെയോ എന്ന് വെച്ചാൽ അങ്ങ് ആരോഗ്യത്തോടെ തന്നെയാണോ ഇരിക്കുന്നതെന്ന്? എന്തിനാണ് ഈ ആരോഗ്യം എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കായിരുന്നു അങ്ങയുടെ ശരീരം. എന്നാൽ അത് പറയുമോ? എന്റെ ശരീരം എങ്ങനെ ഇരിക്കുന്നുവെന്ന് അറിയണം അല്ലേ? എന്നിട്ട് എന്തിനാ ചോദിച്ചത് എനിക്കെങ്ങനെ ഇരിക്കുന്നുവെന്ന്? എനിക്കെങ്ങനെ ഇരിക്കുന്നുവെന്നും എന്റെ ശരീരം എങ്ങനെ ഇരിക്കുന്നുവെന്നും ചോദിക്കുന്നത് ഒന്നാണ്. ഞാൻ ആരാണ്? ആദ്യം അത് പറയും. അങ്ങ് ചാണ്ടിച്ചരൻ ബാബു അല്ലേ? അതിനെപ്പറ്റി കഠിനമായ തർക്കമുണ്ടാവാം. തർക്കം എന്തിനാ? അങ്ങയുടെ പിതാവിനോട് ചോദിച്ചാ പോരെ? ഈ പേരെന്ന് പറയുന്നത് എന്താ? എന്തിനാണ് പേര് എന്ന് പറയുന്നത്? മനുഷ്യനെ പരിചയപ്പെടുത്താനുള്ള. മനുഷ്യന് മാത്രമേ ഉള്ളൂ പേര്, വേറെ പ്രാണികൾക്കൊന്നുമില്ലേ? ശരിയാണ്, മനുഷ്യനെയും പ്രാണികളെയും. മനുഷ്യനും പ്രാണികളും ഒഴികെ മറ്റൊന്നിനും പേരില്ലേ? അപ്പോൾ പിന്നെ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള മാർഗം എന്താ? ശരി തന്നെ, മനുഷ്യനെയും പ്രാണികളെയും വസ്തുക്കളെയും. പിന്നെ നമ്മുടെ മനോവൃത്തികളും ഹൃദയവൃത്തികളും. നമ്മുടെ മനോവൃത്തികൾ, ഹൃദയവൃത്തികൾ. പിന്നെ ആന്തരവും ബാഹ്യവുമായ എല്ലാ പരിവർത്തനങ്ങളുടെയും വിവിധങ്ങളായ അവസ്ഥകളുടെയും. പിന്നെ ഈ പിന്നെ പിന്നെ എന്ന് പറയാതെ ഇവിടെ ഒരു ഇത്യാദി ചേർത്തൂടെ? ശരിയാണ്. അപ്പോൾ എല്ലാം കൂടി എന്തായെന്ന് പറയും. കാര്യം സ്പഷ്ടമാകട്ടെ. സ്പഷ്ടമാകുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പേര് മനുഷ്യന്റെയും അവസ്തുക്കളുടെയും അല്ല, വസ്തുക്കളുടെയും അവസ്തുക്കളുടെയും അല്ലല്ല, ബാഹ്യവും ആന്തരവുമായ എല്ലാ പരിവർത്തനങ്ങളുടെയും മനോവൃത്തികളുടെയും ഹൃദയവൃത്തികളുടെയും. വിഷമമായല്ലോ, ഒരു തരത്തിൽ യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പേര് മനുഷ്യന്റെയും പ്രാണികളുടെയും മനുഷ്യന്റെയും ഇത്യാദികളുടെയും പരിചയത്തിലുള്ള വഴിയാണ്. അതിനെ പറ്റി തർക്കമുണ്ട്. ഈ പരിചയമെന്ന് എന്ത് ഞാൻ പറയുന്നത്? ഞാൻ ഒന്നിനെയും പറയുന്നില്ല, അങ്ങ് തന്നെ പറയൂ. വിഭിന്ന പദാർത്ഥങ്ങളുടെ വ്യത്യാസങ്ങൾ വേർതിരിച്ച് അവയെ സ്വതന്ത്രമായി അറിയുക. ഇത് ശരിയാണോ? ഇത് ശരിയാണോ? ഇതെല്ലാം ഒന്നും ശരിയായ സമയമല്ല. അപ്പോൾ നിങ്ങൾ എതിർക്കുന്നില്ലേ? ഇല്ല. എതിർക്കുന്നെങ്കിൽ ഇത് സംബന്ധിച്ച് തർക്കവുമുണ്ട്. ഇല്ല, ഒട്ടും തന്നെ എതിർപ്പില്ല. ഉണ്ടെന്ന് വിചാരിക്കൂ. അത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾക്ക് എതിർപ്പില്ലായിരിക്കാം, പക്ഷെ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ?
ആർക്കും ഉണ്ടാകാനിടയില്ല. പിന്നെ സാഹസികനെ ആരുണ്ട്? പിന്നെ പേര് മാത്രമാണോ പരിചയത്തിലുള്ള ഏക മാർഗം? എന്റെ രൂപം പരിചയത്തിലുള്ള മാർഗമല്ലേ എന്റെ മറ്റ് ലക്ഷണങ്ങളും. ഇന്ന് മനസ്സിലായി പേരെന്ന് വെച്ചാൽ എന്താണെന്ന്. എനിക്കൊരു ഗന്ധവുമില്ലെന്ന് അന്ന് തന്നെ പറഞ്ഞു തരൂ. ഭാഷ വഴി സ്വതന്ത്ര പദാർത്ഥങ്ങളുടെ സ്വാതന്ത്ര്യം നിർദ്ദേശിക്കുന്നതിനുള്ള കൃത്രിമ മാർഗത്തിനെയാണ് നാമകരണം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ലെങ്കിൽ ഇല്ലില്ല, എനിക്ക് യോജിപ്പില്ലായ്മയില്ല. ഒരു തർക്കത്തിന് വേണ്ടിയെങ്കിലും. തർക്കത്തിന് വേണ്ടിയല്ല, അച്ഛൻ വെളിയെ പോയി ഒത്തുക്കാൻ സാധ്യമല്ല. ഇതിന്റെ ഒരു അംശത്തോടെങ്കിലും ഒരു അക്ഷരത്തോട് പോലും ഇല്ല. ഇത് ഓർക്കൂ, കൃത്രിമമെന്ന വാക്കിനെ കുറിച്ച് തന്നെ പല തർക്കവും ഉണ്ടാകാം. നേരെ മറിച്ചാണ് ആ വാക്കുകൊണ്ട് എന്റെ സകല തർക്കം തീരും. എന്നാൽ ഇനി എന്റെ പേരെന്താണെന്ന് നമുക്ക് അങ്ങ് നിശ്ചയിക്കാം. അങ്ങ് തന്നെ തീരുമാനിക്കൂ. എനിക്ക് വിശക്കുന്നു. എനിക്ക് 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 1000 പേരുണ്ട്. നിങ്ങൾക്ക് ഏതാ അറിയേണ്ടത്? അതിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? ആദ്യം അറിയേണ്ടത് എന്തിൽ നിന്നാണ് എന്നെ വേർതിരിച്ചു കാണേണ്ടത് എന്നാണ്. മൃഗവുമായി എനിക്കുള്ള വ്യത്യാസം എന്നാൽ എന്റെ പേര് മനുഷ്യൻ എന്നാണ്. വെളുത്തതും മഞ്ഞയുമായ പദാർത്ഥങ്ങളുമായി എന്റെ വ്യത്യാസം നിർദ്ദേശിക്കാനാണെങ്കിൽ എന്റെ പേര് കറുപ്പ്. ശ്യാമളം. കുട്ടികളുമായി എനിക്കുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ എന്റെ പേര് കിളൻ. വൃദ്ധൻ. മധ്യവയസ്കൻ. അപ്പോൾ ഈ ചാണ്ടീച്ചരൻ എന്നുള്ളത് ആരുടെ പേരാണ്? ഒരു മനുഷ്യനിൽ അയാളുടെ ജന്മകാലം മുതൽ ഇന്നുവരെ നിരന്തരം ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങളുടെയും കേന്ദ്രത്തിൽ വിരാജിക്കുന്ന ബോധപൂർവമായ ഐക്യത്തെയാണ് ഒരു സംഘം ആളുകൾ അഥവാ ആളുകളുടെ ബോധപൂർവമായ ഐക്യം ഈ ചാണ്ടിച്ചിലെന്ന പേര് കൊണ്ട് നിർദ്ദേശിക്കുന്നത്. നാശം തന്നെ. സമയം ഒരുപാടായി, വല്ലാതെ വിശക്കുന്നു. ഓ, വരൂ വരൂ, ഇരിക്കൂ. ശരിയായ പ്രശ്നത്തിനുള്ള പരിഹാരമായില്ലല്ലോ. ഞാൻ അതിന്റെ ഒരു മുഖവര പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. മുഖവരായോ? നിങ്ങൾ ചോദിച്ചു, എനിക്ക് സുഖം തന്നെയോ? അപ്പോൾ പ്രശ്നം ഇതാണ്, നിങ്ങൾ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? എന്റെ ഉള്ളിലുള്ള പ്രാണൻ എങ്ങനെ ഇരിക്കുന്നുവെന്നോ, അതോ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നുവെന്നോ, അതോ ഞാൻ എന്താണ് ആദ്യം അറിയാൻ ആഗ്രഹിച്ചത് ഇപ്പോ പറയാൻ വിഷമമാണ്. എന്റെ അബോധപൂർവമായ ഐക്യ മനസ്സ് അറിയാൻ ആഗ്രഹിച്ചത് അങ്ങയുടെ ബോധപൂർവമായ ഐക്യം എങ്ങനെ ഇരിക്കുന്നു എന്നാണ്. ഇപ്പോൾ താങ്കളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. വളരെ കടുത്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ എനിക്ക് മാപ്പ് തരൂ, ഞാൻ തെറ്റ് ചെയ്തു. അതുകൊണ്ട് പശ്ചാത്താപത്തിലും വിശപ്പിലും കിടന്നേ ദഹിക്കുകയാണ്. ഇനി ആഹാരത്തിന് മുമ്പ് താങ്കളോട് ഇത്തരം ചോദ്യം ഞാൻ ഇനി ചോദിക്കുകയില്ല. എനിക്ക് സുഖം തന്നെയൊന്ന് ചോദിച്ചാൽ ആദ്യം അറിയേണ്ടത് സുഖം അസുഖം എന്നൊക്കെ എന്തിനെയാണ് വേർതിരിച്ച് കാണേണ്ടത് എന്നാണ്. അതിനുശേഷം എന്നെ സംബന്ധിച്ച് നല്ലതെന്തെന്നും ചീത്തയെന്തെന്നും പിന്നീട് ഇപ്പോൾ നന്നായിട്ടുള്ളത്. ഞാൻ അങ്ങയുടെ കാലം പിടിക്കാം, തൽക്കാലം എന്നെ വിടൂ. അങ്ങക്ക് സുഖം തന്നെയല്ല, അതികഠിനമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ അങ്ങ് ഒരു ദിവസം നിശ്ചയിച്ചോളൂ. ഉത്തരം കിട്ടാൻ ധൃതി ഉണ്ടെന്നല്ല, കുറച്ച് ദിവസം എടുത്താലും സാരമില്ല. ഉത്തരം കിട്ടിയില്ലെങ്കിലും വിഷമമില്ല. പക്ഷെ അഭിമാനം പുതുക്കണം. പോയോ?
സ്വാഗതം.